രാജസ്ഥാൻ റോയൽസിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ നാടകീയ രംഗങ്ങൾ. മത്സരത്തിൽ ചെന്നൈ താരം രവീന്ദ്ര ജഡേജ പുറത്തായ രീതിയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിലാണ് രവീന്ദ്ര ജഡേജ പുറത്തായത്. മത്സരത്തിൻ്റെ 16-ാം ഓവറിൽ ഒരു ഡബിൾ ഓടാൻ ശ്രമിച്ച ജഡേജ വളരെ അവിചാരിതമായി സഞ്ജു എറിഞ്ഞ ത്രോയുടെ വഴിയിലെത്തുകയായിരുന്നു. പ്രഥമ ദൃഷ്ടിയിൽ മനഃപൂർവ്വം ജഡേജ ത്രോ തടഞ്ഞതായി തോന്നിയില്ലെങ്കിലും തേർഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയാണ് ഉണ്ടായത്. മത്സരത്തിൽ ചെന്നൈ ഇന്നിംഗ്സിലെ 16-ാം ഓവറിലാണ് സംഭവം നടന്നത്. ആവേശ് ഖാൻ എറിഞ്ഞ പന്ത് തേർഡ് മാനിലേക്ക് ഡാബ് ചെയ്ത് 2 റൺ സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ജഡേജ. എന്നാൽ 1 റൺ ഓടിയെടുത്ത ജഡേജയെ ക്രീസിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ഋതുരാജ്. ഈ സമയത്ത് സഞ്ജു സാംസൺ കൃത്യമായി ബോളിംഗ് എൻഡിലെ സ്റ്റെമ്പിലേക്ക് ത്രോ എറിഞ്ഞു. പക്ഷേ തിരികെ ഓടിയ ജഡേജയുടെ പുറത്താണ് പന്ത് കൊണ്ടത്. പിന്നാലെ സഞ്ജു സാംസൺ അപ്പീൽ ചെയ്യുകയായിരുന്നു. ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് കൈമാറി. തേർഡ് അമ്പയർ സംഭവം കൃത്യമായി തന്നെ വിലയിരുത്തി. സഞ്ജു ത്രോ എറിയുന്ന സമയത്ത് ജഡേജ കൃത്യമായി ഡയറക്ഷൻ മാറുന്നത് വ്യക്തമായിരുന്നു. എന്നാൽ മനഃപൂർവ്വമായിരുന്നില്ല ജഡേജ ഇത്തരത്തിൽ ചെയ്തത്. പക്ഷേ ത്രോയുടെ സമയത്ത് തന്നെ ജഡേജ തൻ്റെ ഡയറക്ഷൻ മാറിയതിനാൽ തേർഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയായിരുന്നു. ഇതേ സംബന്ധിച്ച് മൈതാനത്ത് ജഡേജ അമ്പയറെ ചോദ്യം ചെയ്യുകയുണ്ടായി. പക്ഷേ വലിയ വാഗ്വാദങ്ങൾക്ക് മുതിരാതെ ജഡേജ തിരികെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ പുറത്താകൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. ചെന്നൈയുടെ രാജസ്ഥാനെതിരായ മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ചെന്നൈയിലെ സ്പിന്നിന് അനുകൂലമായ പിച്ചിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല. ഇതോടെ രാജസ്ഥാൻ്റെ സ്കോർ നിശ്ചിത 20 ഓവറുകളിൽ 141 റൺസിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. മറുപടി ബാറ്റിങ്ങിൽ ചെന്നൈയുടെ നായകൻ ഋതുരാജ് ക്രീസിലുറച്ച് പക്വതയാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ മത്സരത്തിൽ ചെന്നൈ 5 വിക്കറ്റുകളുടെ വിജയം കൈവരിക്കുകയായിരുന്നു.